அம்மா இந்த காலிஃப்ளவர் கூட வைக்கலாமா? നീ എന്തുവാന്ന് വെച്ചാ ചെയ്യേ. ആന്റി എന്തായി? எல்லாமே ரெடி வச்சு. சோறு, சாம்பார், ரசம், வெண்டைக்காய் மெழுக்கு விரட்டி, தயிர், அச்சாறு, சம்மந்தி, கொண்டாட்டம் எல்லாமே ரெடி. இனி இந்த காலிஃப்ளவர் கூட வறுக்கணும். அவ்வளவுதான். ഇത്രയും കറി പോരാനിട്ടാണോ ഇനി കോളിഫ്ലവറും കൂടെ വറക്കാൻ പോകുന്നത്? എന്റെ ലച്ചു, എനിക്ക് ചിലതൊന്നും തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ലേ. അമ്മൂമ്മേ, നമ്മൾ ആതിഥേയരാണ്, അത് മറക്കരുത്. ഓ, ആതിഥേയര് വലിയ സംഭവമാണല്ലോ. നമുക്ക് നൈസായിട്ട് മുട്ട പൊരിച്ചാലോ? എനിക്ക് മക്കളുടെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നടപടിയാവൂല പാറു. നാളെയും കൂടെ ഒന്ന് ക്ഷമിക്ക്. ഇവിടെ നോൺ വെജ് ഇല്ലാതെ ചോറിറങ്ങാത്തവരാണ് സിദ്ധു. ആ സിദ്ധു വരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. கரெக்ட் டைம். உனக்கு 100 ஆயுசுப்பா. 100 ആയുസെന്നാ? അതിന് സിദ്ധോളൻ എങ്ങോട്ടും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്നത്തെ കാര്യം എങ്ങനാ? ചോറിന്റെ കൂടെ ഒരു മുട്ട പൊരിച്ചെങ്കിലും കിട്ടുമോ? ആഗ്രഹമുണ്ട്, പക്ഷെ നടപടിയാവൂല. മോനെ, മീൻ ഇരിപ്പുണ്ട്. വെട്ടാനോ കൂട്ടാൻ വെക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഇനിയിപ്പോ ഓർഡർ ചെയ്യണമെന്ന് നിൽക്കണ്ട, ഒരു നാളെ തിരിച്ചു പോകുമല്ലോ. நான் ஒரு ஐடியா சொல்லட்டா? പറ. முன்னா நேத்து நம்ம வச்ச ஃபிஷ் குழம்பு ஃப்ரிட்ஜுக்குள்ள இருக்கு. நேத்தைக்கு சித்துக்கு அது சூடு பண்ணி கொடுக்கலாம்னு நினைச்சேன். அவனுக்கு தானே தலைநாள் ஃபிஷ் குழம்பு ரொம்ப பிடிக்கும் இல்ல சித்து? ഇഷ്ടമാണോന്നോ? എന്റെ പൊന്നു കറങ്ങാണ്ടി, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ദുബായിലെ കാര്യമൊക്കെ അറിയാം. ആന്റി ബാക്കി പറ. அந்த ஃபிஷ் குழம்பு இப்ப எடுத்து நம்ம நைஸா சூடாக்கலாம். என்ன சொல்றீங்க? ചൂടാക്കാം എടുത്തോ. അല്ല, പക്ഷെ സ്മെല്ല് പുറത്തു പോയി കഴിഞ്ഞാ പുള്ളിക്കാരി പ്രശ്നം ഉണ്ടാക്കൂലേ? எப்படி லட்சு? ஸ்மெல் எல்லாம் அங்க வரைக்கும் எத்தாது. போய் எடுக்கட்டா? കറയാൻറ്റി, നല്ലോണം വറ്റിക്കണേ. എന്നാലേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാരി അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ഞാൻ നോക്കാം. നോക്ക് പോയി നോക്ക്. അങ്ങനെ എങ്ങാനും വല്ല ശ്രദ്ധയൊക്കെ തെറ്റിച്ചങ്ങ് വിടാലോ. ഡാൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി വലുതായിട്ട് മൈൻഡ് ഒന്നും ചെയ്യില്ല ഇങ്ങോട്ട് അടുക്കള കാര്യം. ഓ, ആ കൊച്ചി ഏരിയയിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്നൊന്നും പേടിക്കണ്ട. ഞാൻ അപ്പൊ നോക്കിയിട്ട് വരാം. ഇന്നലെ ഇവിടെ വന്നതല്ലേ, പക്ഷെ ഇതുവരെ ഇവിടുത്തെ അടുക്കളയൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക്. ഞങ്ങള് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാഡം വന്നിട്ട് അടുക്കള വരെ ഒന്നും വന്നില്ലല്ലോ. അതെ, അപ്പൊ ഇന്നങ്ങ് അടുക്കള കാണാന്ന് വെച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അടുക്കള? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല അടുക്കള, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു വെച്ച മീന്റെ മണം വരുന്നല്ലോ. അതെ, മെനങ്ങാന്ന് വെച്ച മീന്റെ മണമായിരിക്കും അല്ലേ? ஆமா. முன்னா நேத்து நாங்க ஒரு நெய் மீன் குழம்பு வச்சோம். அதோட மனம். അല്ല, ഇത് ആ മണമല്ല. ഇത് ഇപ്പൊ വെച്ചേ എന്ന് വെച്ചാലേ 2 ദിവസം മുമ്പേ നമ്മൾ വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ നമ്മളെടുത്ത് ചൂടാക്കി മീന്റെ മണം വരുന്നു. അയ്യോ, അങ്ങനെ ആയിരിക്കൂല. ഫ്രിഡ്ജിൽ വച്ചിരിക്കണ മീന്റെ മണമായിരിക്കും. അല്ല, ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ മീന്റെ മണം. ഈ മീന്റെ മണം എവിടെ നിന്നാലും എന്റെ മൂക്ക് അപ്പം പിടിക്കും. മണം പിടിക്കാൻ ഇതെന്ന് തോന്നുന്നു, പട്ടിയുടെ ജന്മം. നല്ല മണം. മാഡത്തിന് എന്ത് മീനാ ഇഷ്ടം? അയ്യോ, നല്ല ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ആവോലിയാ ഇഷ്ടമേ. പിന്നെ എനിക്ക് നെമ്മീൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചൂര എന്റെ ജീവനാ. അയ്യോ, ചൂരക്കറി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ണു. അല്ല, ഏത് മീനാ ഇഷ്ടമില്ലാത്ത? അങ്ങനൊന്നും ഇല്ല എനിക്ക് എല്ലാ മീനും ഇഷ്ടം. ഇപ്പൊ വ്രതമായോണ്ട, കഠിന വ്രതമല്ലയോ, അതുകൊണ്ട് മീനൊന്നും കൂട്ടാൻ. പക്ഷെ ഇവിടെ എന്തോ വെച്ച മീനിന്റെ നല്ല മണം. കൈപ്പുണ്യമുള്ള ആരെവിടെ മീൻ വെച്ച്? അയ്യോ, നല്ല മണം കേട്ടോ. എന്നൊന്നും ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്താ ഒന്ന് അകന്ന് നിൽക്കൂ, മാറങ്ങോട്ട് നോക്കട്ടെന്ന്. ഓ, മീൻകറി. അയ്യോ, എന്തൊരു മണം. ഇത് ചൂരയല്ലേ? ചൂരമീനല്ലേ ഇത്? അല്ലേ? 2 ദിവസം മുമ്പ് ഇത് കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേക്കുമല്ലായിരുന്നോ? ഇപ്പോഴെടുത്ത് ചൂടാക്കിയതല്ലേ? അയ്യോ, ഈ മീനിന്റെ മണം അടിച്ചാൽ ഇത് എന്ന് പിടിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത്രയ്ക്കും പിടിക്കുക ഞാന്. അയ്യോ, എന്റെ ജീവനായി ചൂര. ഇതങ്ങോട്ട് ഇട്ടിട്ട് ഒരു കാലം ചോറ് അങ്ങോട്ട് തട്ടിയിട്ട് ഒരു കോണിയിൽ നിന്നിരുന്ന ഒരു തീറ്റയൊന്ന് തിന്നണോ എൻ്റെ അമ്മച്ചി. അയ്യോ, എനിക്ക് വയ്യ.
പൊള്ളിയോ? പൊള്ളി ഇനി എങ്ങനെ മുദ്ര കാണിക്കും? പൊള്ളി കൈ വെച്ച് ഞാൻ അങ്ങ് കാണിച്ചോളാം. ഉഫ്, ഇത് ചൂടാണല്ലോ ഇത്. ஐயோ அது முழுசா அவங்க சாப்பிட போறாங்களா? அப்ப அவங்களோட விரதம்? അയ്യോ എന്തിനാ കൊണ്ടുപോയി നമുക്ക് നോക്കാം വാ. ഇതിനി ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. എല്ലാരും വെച്ച് കഴിച്ചാൽ മതി. അയ്യോ മീൻകറി പോയി. ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് വെക്കാൻ പാടില്ല. ശരി, സമ്മതിച്ച്. ഞങ്ങളുടെ മിസ്റ്റേക്കാ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഇവർക്കൊക്കെ ചോറ് ഇറങ്ങി ഇച്ചിരി നോൺ വെജ് അകത്തേക്ക് പോണം, അതുകൊണ്ടാണ്. ഇതിപ്പോ കറി അങ്ങ് കളഞ്ഞല്ലോ. ഇനിയിപ്പൊ ആർക്കാ നോൺ വെജ് വേണ്ടത്? ചോറ് ഇറങ്ങാത്ത ആർക്കാ? ആർക്കാ? അത് സിദ്ധോളിയല്ല. ആണോ? എനിക്ക് ഇറങ്ങും. എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല, ഞങ്ങൾ അന്നം മുട്ടി. എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നുമില്ല, ഞങ്ങൾ ഇച്ചിരി മീൻകറി അടുക്കളയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാഡം ആ ചട്ടിയോടെ എടുത്തോണ്ട് വന്നതേ അവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇവർക്ക് ദേഷ്യം കയറിയാണ്ടല്ലോ ഫുൾ അടിച്ചു പൊളിച്ചു കളയും. അല്ല, മീൻകറി പോയത് പൊക്കോട്ടെ, നല്ല ഒന്നാന്തര ഒരു ചട്ടിയായിരുന്നു. ഞാൻ പാഴൂരിന്ന് മേടിച്ചോണ്ട് വന്ന നല്ല പഴയ ഒരു ചട്ടി. ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് നിങ്ങളൊരു ബില്ല് അങ്ങോട്ട് ഇടത്തില്ലയോ? അതിന്റെ കൊടുത്ത് ഒരു 10,000 15,000 കൂട്ടി അങ്ങ് ഇട്ടോ. എന്നിട്ട് പുതിയൊരു ചട്ടി അങ്ങ് മേടിച്ചോ. അല്ല, പുതിയ ചട്ടി മേടിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. പക്ഷെ ഇത് എന്റെ കൈക്കിണങ്ങി ഒരു പഴയ ചട്ടിയായിരുന്നു. അതാ ഒരു വിഷമമായി പോയത്. പഴയ ചട്ടി പൊട്ടിയാണ് ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ആ അത് വിട്, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനി ഓരോരുത്തരുടെ വഴിക്ക് പോച്ചല്ലേ. ഇനിയിപ്പം ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് ഒന്നും വെക്കരുത്. വെച്ചാൽ ഞാൻ ചട്ടിയല്ലേ പൊട്ടിക്കും. എന്നാ പ്രാക്ടീസ് ചെയ്യട്ടെ. ഇവിടാ അയ്യോ, ഇവിടെ അല്ല. മീൻകറി കളഞ്ഞെടുത്ത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നേ? ഇവിടെ അല്ല, അപ്പുറത്ത്. കാണാൻ വരുന്നുണ്ടോ? അമ്മച്ചി വാ കാണാം. ആരുടെ അമ്മച്ചി? പിള്ളേരുടെ അമ്മച്ചി. പിള്ളേരുടെ അമ്മച്ചിയല്ലേ? അല്ല നിന്റെ അമ്മച്ചിയല്ലല്ലോ. അയ്യോ, അമ്മച്ചി ചൂടാവുന്നു. എന്നാ പിന്നെ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ. വാ ഗോവേട്ടാ. അതെ, അവള് പറയണതിനെതിരായിട്ട് ഒന്നും ഇവിടെ പ്രവർത്തിക്കണ്ട. ചിരിച്ചോണ്ട് നിൽക്കുവാണെങ്കിലും ദേഷ്യം വന്നാ പിടിച്ചാ കിട്ടൂല. അതുകൊണ്ടാ. നല്ല കലാകാരി. അതെ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അസാധ്യ കലാകാരിയാണ്ടോ. ശരിയേട്ടോ, പോട്ടെ. ലച്ചു, നീ എന്തോന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ അടുക്കളയിൽ കയറി നമ്മൾ വെച്ചിരുന്ന കറി എടുത്തിവിടെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് നീ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അമ്മൂമ്മയെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ? അല്ലേ? അമ്മൂമ്മ, നമ്മൾ ആതിഥേയരാണ്, തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇല്ല, വലിയ ഡാൻസുകാരിയല്ല, നമുക്കൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഉമ്മ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ. അത് മാത്രമല്ല അവര് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ചുമില്ല. ഒരു ചട്ടിയല്ലേ, അതൊക്കെ പോട്ട്. ആ നാളെ അവരങ്ങ് പോവല്ലോ. അവര് പറഞ്ഞേട്ടില്ലേ, ബില്ലിന്റെ കൂടെ 10,000 15,000 കൂട്ടിയിട്ടോളെ. നമുക്ക് അതിലും ഡബിൾ ബില്ല് കൂട്ടണം. லட்சு இனிமே அவங்க ரூம் புக் செய்தா நம்ம கொடுக்கவே கூடாது. അയ്യോ അല്ല, കൊടുക്ക്. എന്നിട്ട് ഈ വീട് മൊത്തം ഇടിച്ചു പൊളിച്ച് കളയട്ടെ. കളമ്മ ഇട്ട് കളഞ്ഞു ഞാൻ. അങ്ങോട്ട് മാറ്. ആ പോട്ടെ എന്റെ പാട്ടിൽ.